നമ്മൾ മനുഷ്യർക്ക് എക്കാലത്തും ഈ ഭയപ്പെടുത്തുന്ന രാക്ഷസന്മാരോടും അജ്ഞാതമായ കാര്യങ്ങളോടും വല്ലാത്തൊരാകർഷണമുണ്ടല്ലേ. പുരാതനകാലത്ത് നമ്മുടെ പൂർവികൾ അവർക്ക് ചുറ്റുമുള്ള ഭയങ്ങളെ വെറും കഥകളായി മാത്രമല്ല വളരെ വ്യക്തമായ രൂപങ്ങളിലേക്കും മാറ്റിയിരുന്നു. ഇന്നത്തെ നമ്മുടെ ഈ വിശദീകരണത്തിൽ പഴയകാല കലകളിലും പ്രഭുക്കന്മാരുടെ ചിഹ്നങ്ങളിലും ഒളിഞ്ഞിരിക്കുന്ന ഈ വിചിത്ര മൃഗങ്ങളുടെ രഹസ്യഭാഷ നമ്മൾ ഡീകോഡ് ചെയ്യാൻ പോവുകയാണ്. വിഷ്വലി ഹൈ ക്വാളിറ്റിയുള്ള ഒരു സിനിമാറ്റിക് ലോകത്തേക്ക് കടക്കുന്ന പോലെയുള്ളൊരു യാത്രയാണിത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും, എന്തിനാണ് പഴയ പടയാളികൾ അവരുടെ പരിചകളിൽ ഈ രാക്ഷസന്മാരെ വരച്ചുവെച്ചതെന്ന്. ശരി, നമുക്കിതിലേക്കൊന്ന് കടക്കാം. പുരാതന യുദ്ധഭൂമികളിൽ പടയാളികൾ തങ്ങളുടെ പരിചകളിലും പതാകകളിലും ഇത്തരം രൂപങ്ങൾ വരച്ചത് വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടി ആയിരുന്നില്ല കേട്ടോ. ഇത് വെറുമൊരു ഫാന്റസി ചിത്രകലയല്ല. ജീവൻ പണയം വെച്ച് പോരാടുന്ന യുദ്ധമുഖത്ത് തങ്ങളുടെ അധികാരവും ചരിത്രവും വിളിച്ചോതാൻ അവരുപയോഗിച്ചിരുന്ന വളരെ കൃത്യമായൊരു വിഷ്വൽ കോഡായിരുന്നു അത്. ശത്രുക്കൾക്ക് മുന്നിൽ ഒരു യോദ്ധാവിന്റെ അചഞ്ചലമായ ധൈര്യവും ആ കുടുംബത്തിന്റെ പാരമ്പര്യവും ഗർവോടെ പ്രഖ്യാപിക്കുന്ന ഒരു രഹസ്യഭാഷ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇതാണ്. ഒന്നാമതായി ചിഹ്നങ്ങളുടെ ശാസ്ത്രം, രണ്ടാമതായി ഡ്രാഗണുകളും പറക്കുന്ന സർപ്പങ്ങളും, 3 ഗ്രിഫിനും യൂണിക്കോണും, അവസാനമായി സമുദ്രത്തിലെ രാക്ഷസന്മാർ. ഒന്നാമത്തെ ഭാഗം ചിഹ്നങ്ങളുടെ ശാസ്ത്രം, അതായത് ഹെറാൾഡറിയുടെ ഒരിക്കലും മാറാത്ത നിയമങ്ങൾ. ഹെറാൾഡറി എന്നത് ക്രമരഹിതമായ ഒരു കലയൊന്നുമല്ല, അതൊരു കൃത്യമായ വ്യാകരണമുള്ള സജീവമായ ഭാഷയാണ്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ചിഹ്നങ്ങളിലെ ഓരോ ജീവിയും അതിൻ്റെ പോസും നിറവും വളരെ കൃത്യമായ അർത്ഥങ്ങൾ നൽകുന്നുണ്ട്. അതായത് നമ്മൾ കാണുന്ന ജീവി ഏതാണ്, അത് നിൽക്കുന്ന പ്രത്യേക ഭാവം അഥവാ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്, അതിന് നൽകിയിരിക്കുന്ന നിറം, ഇതെല്ലാം ചേർന്നാണ് ആ ചിഹ്നത്തിൻ്റെ പൂർണ്ണമായ അർത്ഥം രൂപപ്പെടുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ശാന്തമായി കിടക്കുന്നൊരു സിംഹവും രക്തദാഹിയായി ആക്രമിക്കാൻ കുതിക്കുന്നൊരു സിംഹവും നൽകുന്നത് തികച്ചും വ്യത്യസ്തമായ സന്ദേശങ്ങളാണല്ലേ. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം ബ്ലാസൻ എന്നറിയപ്പെടുന്ന രേഖാമൂലമുള്ള വിവരണമാണ്. ഒരു ആർട്ടിസ്റ്റ് ഏത് ശൈലിയിൽ വരച്ചാലും ലയൺ റാമ്പന്റ് അഥവാ ചാടി വീഴാൻ നിൽക്കുന്ന സിംഹം എന്ന ആശയം ഒന്നുതന്നെയായിരിക്കും. ചിത്രകാരന്റെ ഭാവനയ്ക്കനുസരിച്ച് വരയ്ക്കുന്ന രീതി മാറിയേക്കാം, പക്ഷേ അതിലെ അടിസ്ഥാന ചിഹ്നവും അതിൻ്റെ തീവ്രമായ അർത്ഥവും ഒരിക്കലും മാറില്ല. അതാണ് ഈ ബ്ലാസൻ ഉറപ്പാക്കുന്നത്. ഇനി രണ്ടാമത്തെ ഭാഗം, ഡ്രാഗണുകളും പറക്കുന്ന സർപ്പങ്ങളും, തിന്മയുടെ പരമോന്നത ശക്തികൾ. ലോകമെമ്പാടുമുള്ള മനുഷ്യർ ഒരുപോലെ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടിരുന്ന ഒരു സാങ്കല്പിക ജീവിയാണ് ഡ്രാഗൺ. നമ്മൾ മിത്തുകളിലെ മൃഗങ്ങളുടെ ലോകത്തേക്ക് കടക്കുമ്പോൾ ആദ്യം സംസാരിക്കുന്നത് ഈ ഭീകരന്മാരെക്കുറിച്ച് തന്നെയാണ്. ക്രിസ്ത്യൻ കലകളിൽ ഡ്രാഗണുകളെ എങ്ങനെ കണ്ടിരുന്നുവെന്ന് ഇത് വളരെ മനോഹരമായി നാടകീയമായി തന്നെ വ്യക്തമാക്കുന്നുണ്ട്. തിന്മയുടെ അന്ധകാരവും പരമോന്നതവുമായ ശക്തിയായിട്ടാണ് അന്ന് ഡ്രാഗണുകളെ കണക്കാക്കിയിരുന്നത്. കുന്തമേന്തിയ വിശുദ്ധരായ പോരാളികൾ തീതുപ്പുന്ന ഡ്രാഗണുകളെ കീഴ്പ്പെടുത്തുന്ന ഈ രംഗങ്ങൾ ശരിക്കും തിന്മയ്ക്കുമേൽ നന്മ നേടുന്ന വലിയൊരു വിജയത്തെയാണ് ഗംഭീരമായി പ്രതീകവൽക്കരിക്കുന്നത്. യഥാർത്ഥ ഹെറാൾഡിക് ഡ്രാഗണിന് വളരെ കർശനമായ ചില നിയമങ്ങളൊക്കെയുണ്ട്. നമ്മൾ ഇന്നത്തെ ഹൈ ക്വാളിറ്റി സിനിമാറ്റിക് വിഷ്വലുകളിലും ഫാന്റസി സിനിമകളിലും കാണുന്ന അതേ ഭീമാകാരന്മാരായ ഡ്രാഗനുകളെ ഒന്ന് മനസ്സിൽ കണ്ടു നോക്കൂ. അതുതന്നെയാണ് സംഭവം. പ്ലേറ്റുകളും ചെതുമ്പലുകളും കൊണ്ട് മൂടി കവചമുള്ള വലിയ ശരീരം, വവ്വാലിൻ്റേതുപോലെയുള്ള ഭീമൻ ചിറകുകൾ, കഴുകന്റെ നഖങ്ങളുള്ള 4 കാലുകൾ, ഒപ്പം മാരകമായ വിഷമുള്ള കൂർത്ത വാലും. ഈ ഭയപ്പെടുത്തുന്ന രൂപം പുരാതന കാലത്ത് കണ്ടെടുക്കപ്പെട്ട ദിനോസറുകളുടെയും മറ്റു ഭീമൻ ഉരകങ്ങളുടെയും ഫോസിലുകളിൽ നിന്നാണ് രൂപപ്പെട്ടതെന്നാണ് വിശ്വാസം. ഇനിയൊരു കൗതുകം പറയാം. ഡ്രാഗണുകളെപ്പോലെ തന്നെ തോന്നിക്കുന്ന മറ്റൊരു ജീവിയുണ്ട്, വൈവേയൻ. ഇവ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുന്നത് വളരെ രസകരമാണ് കേട്ടോ. ഡ്രാഗണിന് 4 കാലുകളുണ്ട്. അവ സമ്പൂർണ്ണമായ അധികാരത്തെയും ശക്തിയെയും സൂചിപ്പിക്കുന്നു. എന്നാൽ വൈവേയണിന് കഴുകനെപ്പോലെയുള്ള 2 കാലുകൾ മാത്രമേയുള്ളൂ. അതൊരു പറക്കുന്ന സർപ്പമാണ്. പലപ്പോഴും പകർച്ചവ്യാധിയുടെയും നാശത്തിൻ്റെയും പ്രതീകമായാണ് വൈവേണുകളെ അന്ന് കണ്ടിരുന്നത്. ഒറ്റനോട്ടത്തിൽ ഒരുപോലെയാണെന്ന് തോന്നുമെങ്കിലും അവ നൽകുന്ന സന്ദേശം പക്കാ ഡിഫറൻ്റാണ്. മൂന്നാം ഭാഗം ഗ്രിഫിനും യൂണിക്കോണും, സദ്ഗുണങ്ങളും മിത്തുകളും പിന്നെ കുറച്ച് തെറ്റിദ്ധാരണകളും. ഭയപ്പെടുത്തുന്ന ജീവികളിൽ നിന്നും നമുക്കിനി കുറച്ച് സദ്ഗുണങ്ങളെ കാണിക്കുന്ന ജീവികളിലേക്ക് വരാം. ആദ്യകാല സഞ്ചാരികൾ പറഞ്ഞുപരത്തിയ ഭയങ്കര അതിശയോക്തി കലർന്ന യാത്രാവിവരണങ്ങളിൽ നിന്നാണ് പലപ്പോഴും ഇത്തരം അത്ഭുത ജീവികൾ ജനിച്ചത്. സർ ജോൺ മണ്ടവിൽ എന്ന പഴയകാല സഞ്ചാരി പറഞ്ഞ ഈ വാക്കുകളൊന്ന് കേട്ടുനോക്കൂ. എത്രമാത്രം ഭീമാകാരമായിട്ടാണ് അവർ ഗ്രിഫിനെ സങ്കൽപ്പിച്ചിരുന്നതെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. നുകം വെച്ച 2 വലിയ കാളകളെ ഒറ്റയടിക്ക് ആകാശത്തേക്ക് പറത്തിക്കൊണ്ടുപോകാൻ മാത്രം വലുപ്പവും ശക്തിയുമുള്ള ഒരു ജീവിയുണ്ടെന്ന് പുരാതനകാലത്ത് ജനങ്ങൾ ശരിക്കും വിശ്വസിച്ചിരുന്നു. എങ്ങനെയുണ്ട്? ഇതിന്റെ നിർമ്മിതി വളരെ രസകരമാണ് കേട്ടോ. ആകാശത്തെ രാജാവായ കഴുകനെയും കരയിലെ മൃഗങ്ങളുടെ രാജാവായ സിംഹത്തെയും സംയോജിപ്പിച്ചാണ് ഗ്രിഫിനെ ഉണ്ടാക്കിയിരിക്കുന്നത്. ശത്രുവിനു മുന്നിൽ കീഴടങ്ങുന്നതിനേക്കാൾ മരിക്കാൻ തയ്യാറുള്ള അങ്ങേയറ്റത്തെ ധൈര്യത്തിൻ്റെയും സദാ ജാഗരൂകനായ ഒരു കാവൽക്കാരൻ്റെയും പ്രതീകമാണിത്.
ഈ രണ്ട് കരുത്തുറ്റ ജീവികളുടെയും ബെസ്റ്റ് ക്വാളിറ്റീസ് ഒന്നിച്ചു ചേരുമ്പോൾ അതൊരു അതിശയകരമായ ശക്തിയായി മാറുകയാണല്ലേ. അടുത്തത് യൂണിക്കോൺ. വളരെ സുന്ദരമായൊരു മിത്തിക്കൽ ജീവി. ഇത് ശരീരത്തിന്റെയും മനസ്സിന്റെയും ശക്തിയുടെയും അതിലുപരി അങ്ങേയറ്റത്തെ പരിശുദ്ധിയുടെയും പ്രതീകമാണ്. യൂണിക്കോൺ എന്ന് കേൾക്കുമ്പോൾ ഒറ്റക്കൊമ്പുള്ള കുതിര എന്ന് മാത്രമല്ല, കുതിരയുടെ തലയും ശരീരവും, സിംഹത്തിന്റെ വാൽ, മാനിന്റെ കാലുകൾ, പിന്നെ നെറ്റിയിൽ പിരിഞ്ഞ ആ പ്രശസ്തമായ ഒറ്റക്കൊമ്പും കൂടിയുണ്ട്. ഈ രൂപം സ്കോട്ടിഷ്, ബ്രിട്ടീഷ് രാജകീയ ചിഹ്നങ്ങളിൽ ഇന്നും വളരെ അഭിമാനത്തോടെ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. യൂണിക്കോണുകളെക്കുറിച്ചുള്ള ഏറ്റവും അതിശയകരമായ എന്നാൽ നമുക്കല്പം ചിരിവരുന്നൊരു കാര്യം പറയാം. ഇത് അതിൻ്റെ കൊമ്പുമായി ബന്ധപ്പെട്ടതാണ്. മധ്യകാലഘട്ടത്തിലെ രാജാക്കന്മാർക്ക് ആരെങ്കിലും തങ്ങളുടെ ഭക്ഷണത്തിൽ വിഷം കലർത്തുമോ എന്നൊരു വലിയ പേടിയുണ്ടായിരുന്നു. അപ്പോൾ അവരെന്ത് വിശ്വസിച്ചെന്നോ? യൂണിക്കോണിൻ്റെ കൊമ്പിന് ഏതു മാരകമായ വിഷത്തെയും നിർവീര്യമാക്കാൻ കഴിവുണ്ടെന്ന്. ഇതിനായി വ്യാജ യൂണിക്കോൺ കൊമ്പുകൾ, അതായത് സാധാരണ മൃഗങ്ങളുടെ കൊമ്പുകൾ വരെ അവർ വൻതുക ചെലവാക്കി വാങ്ങിയിരുന്നു. അത് ഒറിജിനൽ ആണോ എന്ന് പരിശോധിക്കാൻ കത്തുന്ന കൽക്കരിക്ക് മുകളിൽ പട്ടും ഈ കൊമ്പും വെച്ച് പുകയുന്നുണ്ടോയെന്ന് നോക്കുന്ന വിചിത്രമായ ടെസ്റ്റുകൾ വരെ അവർ അന്ന് ചെയ്തിരുന്നു. സങ്കൽപ്പിച്ചു നോക്കൂ. 4 ഭാഗം. സമുദ്രത്തിലെ രാക്ഷസന്മാർ. ആഴക്കടലിനോടുള്ള ഭയം. അജ്ഞാതമായ സമുദ്രങ്ങളിലൂടെ മാസങ്ങളോളം യാത്ര ചെയ്തിരുന്ന പഴയകാല നാവികരുടെ ഏകാന്തതയിൽ നിന്നും അവരുടെ പേടിയിൽ നിന്നുമാണ് ഈ കടൽ രാക്ഷസന്മാർ ജനിച്ചത്. ഹെറാൾഡറിയിൽ ഇവയെ സൃഷ്ടിച്ചത് വിചിത്രവും എന്നാൽ വളരെ ചിട്ടയായതുമായ ഒരു രീതിയിലായിരുന്നു. കരയിലെ മൃഗങ്ങളുടെ മുൻഭാഗവും മത്സ്യങ്ങളുടെ വാലും അവർ ഇതിനായി ചേർത്തുവെച്ചു. കടൽ സിംഹം, കടൽ കുതിര, കടൽ നായ, അങ്ങനെ കരയിലെ ഏത് മൃഗത്തിനും കടയിൽ ഒരു പകരക്കാരനുണ്ടെന്നും അവർ ആഴങ്ങളിൽ പതിയിരിപ്പുണ്ടെന്നും അവർ വിശ്വസിച്ചു. കരയിലെ മൃഗങ്ങളുടെ ശൗര്യവും കടലിന്റെ അപ്രവചനീയതയും ചേർന്ന ഇത്തരം രൂപങ്ങൾ ശരിക്കും ആരെയും ഭയപ്പെടുത്തുന്നത് തന്നെയായിരുന്നു. ഹെറാൾഡറിലെ ഡോൾഫിനുകളെ നോക്കിയാൽ രസകരമായ ഒരു കാര്യം മനസ്സിലാക്കാം. ഇതൊരു പൂർണ്ണമായ കലാപരമായ അബദ്ധമാണ്. ഡോൾഫിനുകൾ ശ്വസിക്കാൻ വേണ്ടി വെള്ളത്തിന് മുകളിലേക്ക് കുതിച്ചു ചാടുമ്പോഴുള്ള ആ വളഞ്ഞ രൂപമുണ്ടല്ലോ, അത് അവയുടെ സ്ഥിരമായ ഷേപ്പാണെന്ന് പഴയകാല കലാകാരന്മാർ തെറ്റിദ്ധരിച്ചു. യഥാർത്ഥത്തിൽ നേരെയുള്ള ശരീരമുള്ള ഈ ജീവികളെ അതുകൊണ്ടാണ് ഇവിടെ എപ്പോഴും അതിശയകരമാം വിധം വളഞ്ഞ മുതുകോടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഒരു ചെറിയ തെറ്റിദ്ധാരണ പോലും എങ്ങനെ ഒരു ചിഹ്നശാസ്ത്രത്തിന്റെ ഭാഗമായി മാറി എന്നതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണിത്. അപ്പോ നമ്മൾ ഇത്രയും നേരം കണ്ട ഈ കാര്യങ്ങൾ വെറും ഒരു പഴയകാല കല മാത്രമല്ല കേട്ടോ, അതൊരു സജീവമായ ഭാഷയാണ്. നമ്മളിന്ന് കാണുന്ന പല രാജ്യങ്ങളുടെയും പതാകകളിൽ, പ്രശസ്തമായ വലിയ ബ്രാൻഡുകളുടെ ലോഗോകളിൽ, എന്തിനേറെ നമ്മൾ അതിശയത്തോടെ കാണുന്ന ഹൈ ക്വാളിറ്റി സിനിമാറ്റിക് ഫാന്റസി മീഡിയകളിൽ വരെ ഈ പുരാതന ചിഹ്നങ്ങളുടെ സ്വാധീനമുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള മനുഷ്യന്റെ ഈ സങ്കല്പങ്ങൾ ഇന്നും നമ്മുടെ ചുറ്റുപാടിനെ എത്രമാത്രം സ്വാധീനിക്കുന്നു എന്നത് ശരിക്കും അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യമല്ലേ. ഇന്നത്തെ നമ്മുടെ ഈ അന്വേഷണം അവസാനിപ്പിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു ചോദ്യം വയ്ക്കുകയാണ്. പുരാതനകാലത്തെ മനുഷ്യർ തങ്ങളുടെ ആശയങ്ങളും ഭയങ്ങളും അധികാരവുമെല്ലാം ഈ വിചിത്ര മൃഗങ്ങളിലൂടെയും ചിഹ്നങ്ങളിലൂടെയും നമുക്ക് കൈമാറി. അങ്ങനെയെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ, നൂറ്റാണ്ടുകൾക്ക് ശേഷം വരുന്ന ഭാവി തലമുറകൾക്ക് ഡീകോഡ് ചെയ്യാൻ ഇന്നത്തെ ആധുനിക ലോകം എന്തെല്ലാം ചിഹ്നങ്ങളാകും ബാക്കി വയ്ക്കുക? തീർച്ചയായും ആലോചിക്കേണ്ട കാര്യമാണ്. നമുക്ക് വീണ്ടും കാണാം.